ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. ഞാൻ ഇന്നിട്ട പാക്കിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് വന്നായിരുന്നേ, ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് ടാൻ അടിക്കുവേ. ഞാൻ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത്. ഭയങ്കര അടിപൊളിയാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം മുതൽ കാണണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച്, അത്രയ്ക്ക് ഭയങ്കര മൊട്ടം വെയിലാണ് നമ്മളിപ്പം അനുഭവിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഭാഗ്യവശാൽ ഞാൻ കുറച്ച് ഉലുവ എടുത്ത് പാക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അങ്ങനെ അപ്പോൾ തിരിച്ച് വന്ന ഉടനെ തന്നെ അതങ്ങ് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അയ്യോ, ഞാനിത് ഇട്ടതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ഹെയർ ബോ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കും. ഈ ഉടുപ്പ് പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല ഉടുപ്പാണ്. കുറേ ദിവസമായി ഞാൻ ഉപയോഗിക്കുന്നത്. ഒട്ടും ചീത്തയായിട്ടുള്ള ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, അത് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ബോ വെച്ചൊന്ന് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് വീഴത്തില്ല. അടിപൊളി ഫേസ് പാക്കാണ്. മോനോട്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി. ഇതിലെ പാക്കെന്ന് പറയുന്നത് നമ്മൾ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവയും ഞാൻ ഇട്ടേക്കുന്ന കഞ്ഞി വെള്ളമാണ് ഇട്ടിരിക്കുന്നത്. കഞ്ഞിവെള്ളം അടിപൊളിയാണ്. നമ്മൾ ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ തണുത്താലും കുഴപ്പമില്ല. കുറച്ച് കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ ഉലുവ സോക്ക് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ തലേ ദിവസമേ ഉലുവ ഒന്ന് 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തു. എന്നിട്ട് അത് സോക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് രാവിലെ ആയപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ഉച്ചയായി കേട്ടോ. ആ സമയത്ത് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. എന്നിട്ട് ഞാൻ തൈരാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. കറിക്കരയ്ക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പം നിങ്ങൾക്ക് പാല് ഉപയോഗിച്ചാലും നല്ല റിസൾട്ടായിരിക്കും. ഞാൻ വെയിലത്ത് പോയതുകൊണ്ടാണ്. ടാനൊക്കെ മാറ്റാൻ അടിപൊളി സാധനമാണ് തൈരെന്ന് പറയുന്നത്. നമ്മൾ തൈര് വെറുതെ ഇട്ടാലും മതി, നമുക്ക് നന്നായിട്ടൊരു ഗ്ലോ ഒക്കെ വരും. ടാൻ ഫുള്ളും മാറിയില്ലെങ്കിലും നല്ല ഗ്ലോ വരും. അടിപൊളിയാണ് തൈര്, അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഫേസ് പാക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാൻ ഈ ഉലുവയിൽ നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം പിന്നെ വൈറ്റമിൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഭയങ്കര നമ്മുടെ സ്മൂത്തായിട്ടിരിക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും. നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ട്രസ്റ്റ് മീ, നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് സ്കിന്നിലും തൊട്ട് നോക്കണേ. ഭയങ്കര സ്മൂത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ടാനൊക്കെ മുഴുവനായിട്ട് പോയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കൂ. വെയിലടിക്കണമെങ്കിൽ നമ്മൾ വെയിലടിച്ചില്ലെങ്കിലും വീട്ടിലിരുന്നാലും മതി. അത്രയ്ക്ക് മുട്ടൻ വെയിലാണ്. നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് നന്നായിട്ട് ടാൻ അടിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നാലും ചെയ്യാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ. സ്കിന്നിൻ്റെ ഡേർട്ടൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനും മുഖക്കുരുവൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും ഉലുവ. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഒരു വീക്കിലി 3 തവണയൊക്കെ ചെയ്യാം കേട്ടോ. മുഖക്കുരുവും കുറയ്ക്കാൻ എണ്ണമയം ഇല്ലേ, നമ്മുടെ ഫേസിലുള്ള എണ്ണമയം, അത് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. എണ്ണമയം കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മുഖക്കുരു വരില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡെഡ് സ്കിൻ സെൽസ് മാറുമ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും കേട്ടോ. തൈരെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോയ്സ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലാക്റ്റിക് ആസിഡ് ഉണ്ട് ഇതിൽ. അത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും കേട്ടോ. ചൂട് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് ഈ തൈര് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇല്ലെങ്കിലില്ലേ, നമുക്ക് ഏത് പാക്ക് ഉണ്ടാക്കിയാലും, നിങ്ങളിപ്പം പാലാണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. പാലിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പായിരിക്കും നമ്മുടെ ഫേസിൽ. ഭയങ്കര സുഖമായിരിക്കും കേട്ടോ ഇടുമ്പോൾ. അങ്ങനെ ചെയ്ത് നോക്കണേ ഈ പാക്ക്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഇട്ട് നോക്കണം. ഇടാതെ നമ്മൾ ചുമ്മാ കേട്ട് പോയിട്ട് കാര്യമില്ല. ഇട്ട് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയണം. നിങ്ങൾ ഇട്ടിട്ടൊന്ന് ഒരു 10 മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് നോക്കണേ. അപ്പോൾ അറിയാം കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ തൈരാണെങ്കിൽ ഓപ്പൺ പോഴ്സില്ലേ, അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആവും. ഓപ്പൺ പോഴ്സ് തുറന്നിരിക്കുമ്പോഴാണ് നമുക്ക് അഴുക്ക് ഡേർട്ട് അകത്തോട്ട് കയറുകയും നമ്മുടെ സ്കിന്നിൽ വീണ്ടും ടാനും അഴുക്കെല്ലാം കയറി കൊളായി പോണത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ പോഴ്സ് അടയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിലെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് അത് ഭയങ്കര സ്ലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് തൈര് കിഡിലെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ, മിസ്സാക്കല്ലേ. നിങ്ങൾ തൈര് അല്ലെങ്കിൽ പാലാണെങ്കിലും മതിയേ. പിന്നെ മഞ്ഞളെന്ന് പറയുമ്പോൾ നമ്മുടെ ടാൻ മാറ്റാൻ വേണ്ടി അടിപൊളിയാണ്. മഞ്ഞളിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ വന്നതുപോലെ നമുക്ക് തോന്നാറില്ലേ. ടാനൊക്കെ അടിപൊളിയായിട്ട് മാറും. പ്രായം കുറയ്ക്കാൻ വേണ്ടി, ഇതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ സൈൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് മഞ്ഞൾ. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ മഞ്ഞൾ അവരുടെ ഫേസ് പാക്കിൽ എന്തായാലും അവർ ഒരല്പമെങ്കിലും ചേർക്കണത് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മറക്കാതെ ഇടണം കേട്ടോ. മഞ്ഞൾ എപ്പോഴും കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നമ്മുടെ ഈ
പച്ചമഞ്ഞളില്ലേ അതായിരുന്നാലും മതി, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പാക്ക് എന്തായാലും മിസ്സാക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ വന്നപ്പം ഈ തണുപ്പും ഈ ഐസ് നമ്മുടെ ഈ തൈരില്ലേ തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇട്ടപ്പോൾ നല്ല സുഖം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നെ കൊടുക്കണത്. അപ്പം നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വരും. അപ്പോൾ അടിപൊളിയായിട്ടൊരു നല്ല ഒരു ഗ്ലോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലെല്ലാം ഇട്ട്, നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് വാഷ് കൊണ്ട് കഴുകണം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പൊടികളില്ലേ, അരിപ്പൊടിയോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഴച്ചിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ ആയിരിക്കണം, അത് കുഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താലും മതി. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പുറത്ത് പോകണവരാണെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാലും ഫേസിലിടണം, നെക്കിലിടണം. ഞാനൊരു 10 മിനിറ്റ് മാത്രമേ ഈ പാക്ക് വെക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ട് കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞു ഭയങ്കരമായിട്ട് എറിയില്ല, ജസ്റ്റ് നമുക്ക് കാണാം, ഉണങ്ങാത്തതായിട്ട് കാണാമല്ലോ, കണ്ടതാ. അതുകൊണ്ട് 10 മിനിറ്റ് നിങ്ങൾ വെക്കാവില്ലെങ്കിൽ നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ ചിരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാവേ. ഞാൻ വാഷ് ചെയ്തു. അടിപൊളി റിസൾട്ടാണ് ഗൈസ്. നിങ്ങൾ ബിഫോറും ആഫ്റ്ററും എടുത്ത് നോക്കണേ. അടിപൊളിയായിട്ട് ടാനൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് വീക്ക്ലി ഒരു 2 തവണയൊക്കെ ചെയ്യാം കേട്ടോ. ഏത് നമ്മൾ പാക്ക് ഇട്ടാലും നമ്മൾ വെയിലടിച്ചാൽ വീണ്ടും ടാൻ ആവും, അത് മസ്റ്റാണ്. നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മൾ ഡെയിലി ഒരു റൂട്ടീൻ പോലെ നമ്മുടെ സ്കിൻ കെയറും ചെയ്യണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി, ഇത് ഐസ് വാട്ടറിലാണ് കഴുകിയത്. കുറച്ച് വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഗ്ലാസ്സിൽ. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകിയത്. നട്ടപ്പൊരു വെയിലായിരുന്നേ. അപ്പോൾ കഴുകിയപ്പോൾ നല്ല സുഖം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകാം. പിന്നെ ഒരു കാര്യം പറയാമല്ലേ, ഉലുവ പാക്ക് ഇടുമ്പോൾ ഭയങ്കര പാടാണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുളിക്കുന്ന സമയമോ മേല് കഴുകുന്ന സമയത്തോ മുന്നേ ഉലുവ പാക്ക് ഇടുന്നതെങ്കിൽ അത് അടിപൊളിയായിരിക്കുമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വിളിക്കണം. ബൈ.